ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രധാനപ്പെട്ട ഒരു സംശയം നമ്മൾ കമൻറ്റ് ബോക്സിലൂടെ കാണാൻ ഇടയായിട്ടുള്ളത് എന്താടാ, ഓണപരീക്ഷയുടെ ഭാഗങ്ങളിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ചോദ്യം ചോദിക്കുന്നതാണ്. ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ 9ാം ക്ലാസ്സിൽ നടന്നിട്ടുള്ള ക്രിസ്മസ് എക്സാമിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓണപരീക്ഷയുടെ ഭാഗങ്ങളിൽ നിന്ന് 20% ശ്രദ്ധിക്കണേ, 20% മാർക്കിന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഒറ്റ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ സോഷ്യലിൽ നിന്ന് ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിന്ന് 16 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഫിസിക്സിൽ നിന്ന് ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിന്ന് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയിൽ നിന്ന് ഓണം എക്സാമിൻ്റെ പോർഷൻസ് നിന്ന് 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. മാത്സിൽ നിന്ന് ഓണം എക്സാമിൻ്റെ പോർഷൻസിൽ നിന്ന് 16 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഓണപരീക്ഷയുടെ ഭാഗങ്ങളിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ചോദിക്കും. അത് എത്ര ചോദിക്കുന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയാം. അതായത് ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓണം എക്സാമിന് പകുതിയുള്ളൂ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിലെ 4ാം പാഠം, ജോഗ്രഫിയിലെ 4ാം പാഠം, അതൊക്കെ നിങ്ങൾക്ക് ഓണം എക്സാമിന് പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി പകുതിയിൽ നിന്നും എന്തായാലും എന്ത് ചെയ്യണം, ക്രിസ്മസ് എക്സാമിന് ചോദ്യം ചോദിക്കണം. അപ്പോൾ ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും 4ാമത്തെ പാഠത്തിൽ നിന്ന് ഉറപ്പായിട്ടും 4ാമത്തെ പാഠത്തിലെ 2ാമത്തെ പകുതിയിൽ നിന്ന് ഉറപ്പായിട്ടും ക്രിസ്മസ് എക്സാമിന് ചോദ്യം ചോദിക്കും. അതുമാത്രമല്ല, ഹിസ്റ്ററിയും ജോഗ്രഫി, സോഷ്യലും കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ബയോളജിയും അടങ്ങുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും ഓണപരീക്ഷയുടെ ഭാഗങ്ങളിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ചോദ്യങ്ങൾ ഉറപ്പാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓണപരീക്ഷയുടെ ഭാഗങ്ങൾ ഒഴിവാക്കരുത്, ഓണപരീക്ഷയുടെ ഭാഗങ്ങൾ പഠിക്കാതിരിക്കരുത്, ഓണപരീക്ഷയുടെ ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. കാരണം ഓണപരീക്ഷയുടെ ഭാഗത്ത് നിന്നും ക്രിസ്മസ് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ ഒരു വിവരം അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഓരോ ദിവസവും നമ്മൾ ലൈവുകളിലൂടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ കറക്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലൈവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് കിട്ടാനും എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് കിട്ടാനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിസംബർ 2ാം തീയതി തിങ്കളാഴ്ച നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം സെറ്റാക്കാനുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന ഒരു കിടിലൻ സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എന്ത് ചെയ്യാണ്, വരികയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ആ സ്റ്റഡി പ്ലാൻ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ സ്റ്റഡി പ്ലാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് നോട്ടിഫൈ മീ ഓൺ ആക്കി വെക്കുക. യൂട്യൂബ് തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റഡി പ്ലാൻ ലിങ്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് മാത്രം പഠിച്ചാൽ പോരാ, ഓണം എക്സാമിൻ്റെ പോർഷൻസ് കൂടി നിങ്ങൾ പഠിക്കണം. അതിൽ നിന്ന് 20% മാർക്കിന് എന്ത് ചോദിക്കും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. നന്നായിട്ട് പഠിക്കുക. എല്ലാം സെറ്റാക്കി തരാൻ നിങ്ങളുടെ കൂടെ തന്നെ എജ്യൂപോഡ് ഉണ്ട്. ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിത്തരാനുള്ള സ്റ്റഡി പ്ലാനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എജ്യൂപോഡ് വരുന്നത്. നിങ്ങൾക്ക് അഭിമാനപൂർവ്വം ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിക്കൊണ്ട് ആ ഒരു പ്രോഗ്രസ് കാർഡ് നിങ്ങളുടെ പാരൻസിന് മുന്നിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്. നിങ്ങൾ രണ്ടുപേരെയും ഹാപ്പിയാക്കാനാണ് എജ്യൂപോഡ് ഉള്ളത്. സെറ്റാക്കി തരാൻ നമ്മൾ കൂടെയുണ്ട്. സോ പരമാവധി ആളുകളെയും കൂടി സ്റ്റഡി പ്ലാനിലേക്ക് എത്തുക. ഓണം എക്സാമിൽ നിന്ന് 20% മാർക്കിന് ക്രിസ്മസ് എക്സാമിന് പോർഷൻസ് ചോദിക്കും. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.